ലീ ജാങ് ഹോൺ സംവിധാനം ചെയ്ത ബി വിത്ത് യു സ്നേഹം, നഷ്ടം, രണ്ടാമതൊരവസരത്തിന്റെ മാന്ത്രികത എന്നിവ മനോഹരമായി സമന്വയിപ്പിക്കുന്ന ഹൃദയസ്പർശിയായ ഒരു ദക്ഷിണ കൊറിയൻ റൊമാന്റിക് ഫാന്റസി ചിത്രമാണ്. ടക്കുജി ഇച്ചിക്കാവയുടെ ജാപ്പനീസ് നോവലിനെ ആസ്പദമാക്കിയുള്ളതാണ് ഈ ചിത്രം. ഭാര്യയില്ലാതെ ഏക മകൻ ജീഹോയെ വളർത്താൻ പാടുപെടുന്ന അച്ഛൻ വൂജിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. മരിക്കുന്നതിന് മുൻപ് ഒരു മഴയുള്ള ദിവസം താൻ തിരിച്ചു വരുമെന്ന് ഭാര്യയായ സുവ വാക്ക് നൽകിയിരുന്നു. അത്ഭുതകരമെന്നോണം 1 വർഷത്തിന് ശേഷം മഴക്കാലത്ത് അവൾ തിരിച്ചെത്തുന്നു. പക്ഷേ അവളുടെ പഴയ ജീവിതത്തെക്കുറിച്ച് ഒരു ഓർമ്മയുമില്ല. അവളുടെ തിരിച്ചുവരവ് താൽക്കാലികമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കുടുംബം തങ്ങളുടെ ബന്ധം വീണ്ടും ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വൈകാരിക യാത്രയാണ് പിന്നീട് നടക്കുന്നത്. ദുഃഖം, സ്നേഹം, പ്രതീക്ഷ എന്നീ വിഷയങ്ങളെ ചിത്രം വളരെ മൃദുലവും എന്നാൽ നമ്മളിൽ ആഴത്തിൽ സ്വാധീനം ചെലുത്തുന്നതുമായ ഒരു ആഖ്യാനത്തിലൂടെ കൈകാര്യം ചെയ്യുന്നു. ഇത് അനാവശ്യമായ നാടകീയത ഒഴിവാക്കി പ്രേക്ഷകരുമായി ഹൃദ്യമായി സംവദിക്കുന്നുണ്ട്. ഇതിലെ അച്ഛനും മകനും തമ്മിലുള്ള കെമിസ്ട്രി സ്വാഭാവികവും ഹൃദയസ്പർശിയുമാണ്. ഈ ആർദ്രതയാണ് നമ്മുടെ കണ്ണ് നനയിക്കുന്നതും. മകനായി അഭിനയിച്ചിരിക്കുന്ന ബാലതാരം കിം ജിഹ്വാൻ തന്റെ നിഷ്കളങ്കവും ഊഷ്മളവുമായ പ്രകടനത്തിലൂടെ കഥയ്ക്ക് കൂടുതൽ ഭംഗി നൽകുന്നത് കാണാം. ഛായാഗ്രഹണപരമായും ബി വിത്ത് യു അതിമനോഹരമാണ്. അതിലുപയോഗിച്ചിരിക്കുന്ന നിറങ്ങളും മഴ നനഞ്ഞ പശ്ചാത്തലങ്ങളും ചിത്രത്തിന്റെ വൈകാരികമായ അന്തരീക്ഷത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഈ ചിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വശം കഥാപാത്രങ്ങളുടെ ഭൂതകാലത്തെക്കുറിച്ച് നമ്മൾ കരുതിയതെല്ലാം മാറ്റിമറിക്കുന്ന ഒരു ട്വിസ്റ്റ് തന്മയത്വത്തോടെ വെളിപ്പെടുത്തുന്നു എന്നതാണ്. ഇത് സൂക്ഷ്മമാണെങ്കിലും ശക്തമാണ്. ഒപ്പം ബിറ്റർ സ്വീറ്റ് ആയ ഒരു സംതൃപ്തി അവശേഷിപ്പിക്കുകയും ചെയ്യുന്നു. ബി വിത്ത് യു വെറുമൊരു പ്രണയകഥ മാത്രമല്ല, കുടുംബം, ഓർമ്മകൾ, മരണത്തെ നേരിടുമ്പോഴും നിലനിൽക്കുന്ന സ്നേഹത്തിന്റെ ശക്തി എന്നിവയുടെ ആഘോഷം കൂടിയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെയും അവരും ഒരുമിച്ചുള്ള വിലപ്പെട്ട നിമിഷങ്ങളെയും ഓർത്തെടുക്കാൻ ഈ ചിത്രം നമ്മെ പ്രേരിപ്പിക്കും. ചുരുക്കത്തിൽ ബി വിത്ത് യു നിങ്ങളുടെ ഹൃദയത്തെ അതിലോലമായി സ്പർശിക്കുന്ന മനോഹരമായ ഒരു ചിത്രമായി മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.